ഇപ്പോൾ കാലാപ്പാടി മാങ്ങ ഏത് മണ്ണിൽ വെച്ചാലും എവിടെ വെച്ചാലും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉള്ളൊരു മാങ്ങയാണ് കാലാപ്പാടി. എല്ലാവർക്കും അറിയാം കാലാപ്പാടി, കുളമ്പ്, ഇന്ത്യൻ്റെ മാങ്ങകൾ കാലാപ്പാടി, അതേമാതിരി അൽഫോൺസ, ഇതൊക്കെ ഇന്ത്യൻ്റെ മാങ്ങ നല്ല മാങ്ങയാണ്. കുളമ്പും ശ്രീലങ്കൻ്റെ മാങ്ങ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് കാലാപ്പാടി. ഇതിവിടെ കായ്ച്ച തൈകളുണ്ട്. ഇതാ കായ്ച്ച തൈകൾ തന്നെയാണ്. ഇതാണ് എൻ്റെ തൈ മരം. താഴെയൊക്കെ മാങ്ങ ഉണ്ട്. അവിടെ ഉള്ളിലൊക്കെ കായ്ച്ച തൈകളുണ്ട്. ഇത് കാട്ടിമൺ എന്ന് പറഞ്ഞ മാങ്ങ, പച്ചയിൽ മധുരമുള്ള മാങ്ങയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പമൊക്കെ ഉള്ള മാങ്ങ തന്നെയാണ്. ഇതൊക്കെ കാട്ടിമണ്ണാണ്. ഇതാണിപ്പോൾ ദൽഹരി ചാമ്പ. ദൽഹരി ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയാണിത്. ഇത് ദൽഹരി ചാമ്പ ഒറിജിനൽ ദൽഹരി ചാമ്പയിൽ, അതിന് യഥാർത്ഥ ദൽഹരി ചാമ്പയിൽ കുരുല്ല, കുരുണ്ടാവില്ല. സ്വീറ്റ്ലെസ് ആണ് ദൽഹരി ചാമ്പ. കുരുള്ള ദൽഹരി ചാമ്പ ദൽഹരി ചാമ്പ അല്ല. ഓക്കെ, കാരണം നമ്മളെ അനുഭവത്തിൽ കണ്ടതാണ്. ഞങ്ങൾ ഇവിടെ ദൽഹരി 2-3 മരത്തും അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഇതിൽ എല്ലാതും ഞങ്ങൾ കട്ട് ചെയ്ത് നോക്കി. ഞങ്ങൾക്ക് ഇതിൽ കുരു കണ്ടിട്ടില്ല, കുരു അനുഭവമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വിദഗ്ധനായ ഒരാളോട് ചോദിച്ചു. നമ്മളെ സുഹൃത്ത് തന്നെയാണ്. ഈ ചാമ്പയിൽ ഏറ്റവും വലിയ വിദഗ്ധന് നമ്മളൊരു സുഹൃത്ത് തന്നെയാണ്. പിന്നെ മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ദൽഹരി ചാമ്പയിൽ കുരുല്ല, ഷുവറാണെന്ന് മൂപ്പര് പറഞ്ഞു. കാരണം കുരുള്ള ചാമ്പയാണെങ്കിൽ അത് ദൽഹരി അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് ഇതിന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ദൽഹരി ചാമ്പയാണ്. ഇതിൻ്റെ വലിപ്പത കാണാം. നല്ല വലിപ്പമുള്ള ദൽഹരി ചാമ്പയാണ്. അത്യാവശ്യം നല്ല കൈയിൻ്റെ ഉടനടി ഫുള്ളുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇതിൽ കുരു ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാ, ഇതിലൊന്നുമില്ല. ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് ഉൾവശം ഉണ്ടാവുക അല്ലേ? മൊയ്തീൻക, അപ്പൊ ഇതാണ് ദൽഹരിന്റെ അവസ്ഥ. ഞങ്ങളുടെ അടുത്തുള്ളത് ദൽഹരി ഇതാണ്. ഇങ്ങനെ കുരുല്ല, സീഡ്ലെസ് ആണല്ലേ? നമുക്ക് ഒന്നെടുത്ത് കഴിച്ചു നോക്കിയല്ലോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കിയല്ലേ? നല്ല മധുരം. നമ്മൾ സത്യം പറഞ്ഞാൽ കരിമ്പിന്റെ മധുരം എന്നാണ്ട് പറയണ്ടല്ലേ? കാരണം ഇപ്പൊ എല്ലാ വീഡിയോയിലും എല്ലാരും കരിമ്പിന്റെ മധുരം മധുരമുണ്ട്. പക്ഷെ ഇത് പഴുത്തിട്ടില്ല. ഇത് പച്ചയാണ്, എന്നിട്ട് ഇങ്ങനെ മധുരമുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് കൈൻ്റെ പഴുത്തിട്ടില്ല, മധുരം ഉണ്ട്, കുരുല്ല. അടിപൊളി. ആ കുരുവിന്റെ സ്ഥലത്ത് ഒരു ഹോൾസ് ഉണ്ട്. കുരുവിന്റെ സ്ഥലത്ത് ഒരു ഹോൾസ് ഉണ്ട്, കുരുല്ല. കാലായിട്ടുള്ള ഒരു ഹോൾസ് ഉണ്ട്, കുരുല്ല. ഇപ്പൊ ഇതിലിങ്ങനെ ഈ കുരു വരുന്ന വെറൈറ്റി ഏതാ? ഇതിന്റെ ഒരു വിദഗ്ധനോട് ചോദിച്ചപ്പോ കുരുള്ള ചാമ്പക്ക ദൽഹരിൻ്റെതല്ല, അത് വേറെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ക്രോസ് പോളിനേഷൻ അങ്ങനെയൊക്കെ വന്നുകൂടായില്ല. ക്രോസ് പോളിനേഷനിലൂടെ കുരുള്ളതാവാം. അതിപ്പോ ഈ നഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റൂല. അതായത് നമ്മൾ ഇതിന്റെ ഒറിജിനൽ തൈ എവിടെയുള്ളത്, നല്ല അതിന്റെ ജനുവനായ തൈ എവിടെയുള്ളത് വെച്ചാൽ അവിടുന്ന് വാങ്ങി നടുക. അതാണ് ഏറ്റവും ബെറ്റർ. നഴ്സറിയിൽ നിന്ന് കൊടുന്നിട്ട് കിട്ടുന്നത് അത് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റൂല. നഴ്സറിക്കാരെ കുറ്റമല്ല, അതായത് അവർ തൈ കൊണ്ടുവരുന്നത് അവരിത് ക്രോസ് പോളിനേഷൻ നടന്നതാണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് സീഡ് ഉണ്ടാവും. അത് ക്രോസ് പോളിനേഷൻ നടക്കാത്ത സ്ഥലത്തു നിന്ന്, അതായത് ജനുവനായ ചാമ്പക്ക കുരു ഇല്ലാത്തോടത്തുനിന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് അവിടുന്ന് എവിടുന്നാണെങ്കിലും അവിടുന്ന് തൈ കൊണ്ടുപോയി നട്ടാൽ അത് ജനുവൻ ആയിരിക്കും. ഇപ്പം നീ കഴിച്ചു നോക്കിയില്ലേ? ഇപ്പോൾ ഇത് കഴിച്ചു. ഇതിൻ്റെ മധുരം ടേസ്റ്റൊക്കെ അറിഞ്ഞില്ലേ? കളറാണെങ്കിൽ പച്ച കളറിലാണ് ഈ മധുരം. ഇത് കുറച്ചും കൂടി പഴുക്കും. ഇത് പഴുത്തിട്ടില്ല, ഇത് ചുവന്ന കളറായി ഒരു പിങ്ക് കളറായി വരും. അപ്പോൾ ഒന്നുകൂടി മധുരം ഉണ്ട്. ഞങ്ങളിത് കഴിച്ച് നോക്കിയിട്ടുള്ള അനുഭവമാണ് പറഞ്ഞത്. നല്ല പിങ്ക് കളറായിട്ട് ഞങ്ങൾ കഴിച്ച്. അപ്പോൾ അതിൽ കുരുവില്ല, നല്ല മധുരമുണ്ട്. ഇതും നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള അനുഭവം എനിക്ക് പറയാം, നിഷ്പക്ഷമായിട്ട് പറയാം. പിന്നെ ഈ കുരുവിൻ്റെ സംശയം എന്ന് പറഞ്ഞത് അത് ജെന്യുവൻ അല്ല, ആണെങ്കിൽ അത് ക്രോസ് പോളിനേഷൻ ആണത്. ഇതാണ് ജൈന്റ് ഐവറി മാങ്ങ. ഏറ്റവും നല്ല വലിയൊരു വലിയ മാങ്ങയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ആ മാങ്ങൻ്റെ അതേമാതിരി ടേസ്റ്റും ഉണ്ട്. ആരില്ല, അപാര ടേസ്റ്റ്. അതാണിത് ഐവറി കായ്ച്ചത്. ഇതിന്റെ ഇപ്പൊ ചെറിയ തൈകളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. അത്യാവശ്യം തൈകളുണ്ട്, കൂടുതലൊന്നുമില്ല. ചെറുതുണ്ടാവില്ലേ? 100 ഉണ്ട്, 200 ഉണ്ട്, 500 തൈ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. ഒരു 10, 20, 15 തൈയേ ഉള്ളൂ. അത്യാവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കും. നമ്മളൊരു സുഹൃത്താണ് ഇപ്പോൾ ഇത് അരുണ്, നമ്മളെ വീടൊക്കെ പണിയെടുത്ത തന്നെയാണ്. മൂപ്പർക്ക് ഇപ്പം നമുക്കൊരു ചാമ്പക്ക കൊടുത്ത്, ഈ ചാമ്പക്കൻ്റെ സൈഡിൽ കൂടി ഒരു ചുവന്ന കളറും നടുക്ക് വെള്ള കളറുമാണ്. സീഡ്ലെസ് ആണ്. തായ് കിങ് കോങ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ മൂപ്പർക്ക് ചാമ്പക്ക കൊടുത്ത്, ഇനി മൂപ്പർ അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ കഴിച്ചിട്ട്. ഞാൻ മൊയ്തീൻ കാക്കാൻ്റെ അടുത്ത് വന്നതാണ്. ചാമ്പക്ക അന്ന്
ഏതാ കമ്പനി പറഞ്ഞ തായ് കിങ് കോങ് എന്ന് പറഞ്ഞ ചാമ്പക്ക. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട് ഇല്ല, സീഡില്ല. ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. മധുരം അടിപൊളിയാണ്. ഇത് നമ്മളെ ഗ്രീൻ ചാമ്പ, അതായത് പഴുത്താലും പച്ച കളറ്, അത്യാവശ്യം മധുരം ഉണ്ട്. ഇത് നമ്മളെ ബാക്ക് ഭാഗത്ത് ഉണ്ടായിരുന്ന അതാണ് കുഴപ്പമില്ലാത്ത കായ്ക്കലും കായ്ക്കും. കാരണം ഇതിമേ മൂത്ത കായായി വരുന്നുണ്ട്, ചെറിയ കായ പൂട്ട് വരുന്നുണ്ട്, കായ പിടിച്ച് വരുന്നുണ്ട്, എല്ലാ ഇതിമ തന്നെ ഉണ്ടാവും. ഏകദേശം ഒരു ഓൾ സീസണ് അതാണ്. പക്ഷേ നമ്മൾ ഓൾ സീസൺ എന്ന് പറയുമ്പോൾ ചില കമൻറ്റ് ഇടുന്നവർക്ക് ഒരു അലർജി ഉണ്ടാവും. കാരണം അവർ കമൻറ്റിൽ കാണുന്നതാണ് 365 ദിവസം ഉള്ള ആൾ വന്നിരിക്കുന്നത്. കാരണം നമ്മളുള്ളതാണ് പറഞ്ഞത്. ഇതാണ് കാലാപ്പാടി മാങ്ങ, അതായത് പഴുത്തിട്ടില്ല, പഴുത്ത് വരണുള്ളൂ. അതിൻ്റെ കളർ ഇതാ കറക്റ്റ് യെല്ലോ കളർ. കറക്റ്റ് യെല്ലോ കളർ. ഇത് നമ്മൾ ഇന്ത്യൻ്റെ മാങ്ങ. അവർ കഴിച്ചിട്ട് നോക്കി എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. കഴിച്ചു നോക്കാം ഒന്ന്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. തൊലി അടക്കം കഴിക്കുക. തൊലി ഇഷ്ടമില്ലാത്തവർക്ക് തൊലി കഴിക്കണ്ട. ചെറിയൊരു ഹാർഡാണല്ലേ തൊലി വരുന്നത്? അല്ലത് പഴുത്തിട്ടില്ല, പഴുപ്പിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അത് അടിപൊളിയാണ്. മോചിനിക്കാൻ നല്ലൊരു പൊടി ഉണ്ടല്ലേ, പൊടിയുള്ള ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ.